ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഇൻവിസിബിൾ ലോട്ടസ് മാല ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ഇന്നലെ തന്നെ ഞാൻ ഈ ലോട്ടസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. 5 ലോട്ടസ് ആട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അതിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ടൊന്നും ചെയ്തിട്ടില്ല, ഒട്ടിച്ച് വെച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ലോട്ടസ് ഒന്ന് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഇതേപോലെ നമുക്ക് 5 ലോട്ടസും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലോട്ടസ് ആട്ടോ ഈ കാണിച്ചു തരുന്നത്. അങ്ങനെ 5 നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാട്ടോ 5 നമ്മൾ ക്ലിയറായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ 5 ലോട്ടസിന് ഞാൻ 5 ഐപ്പിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലോട്ടസിൻ്റെ ലോക്കറ്റ് എടുത്ത് ഗ്ലൂ തേച്ച് കൊടുക്കുക. ആ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് ആ ഐപ്പിന് വയ്ക്കാനുള്ളത് നമുക്ക് ഇവിടെ ഗ്ലൂ തേച്ച് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഓരോന്നിനും ഗ്ലൂ തേച്ച് വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഈ ഐപ്പിനെടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫുള്ളും 5 നമ്മൾ ഇതേപോലെ സെൻറ്ററിലൂടെ പശ തേച്ച് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം നമ്മൾ ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയോടെ തന്നെ അപ്ലൈ ചെയ്യാം. അതിന് ശേഷം ഞാൻ ഐപ്പിനെടുത്തിട്ട് നമ്മുടെ ആ സെൻറ്ററിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പശ വെച്ച് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒട്ടാനൊരു ബുദ്ധിമുട്ട്. അപ്പം ഇതാ 5 നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ 5 ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ബാക്ക് സീറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്ക് സീറ്റ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ലോട്ടസ് അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ആ ലോട്ടസ് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 5 നമ്മൾ ഒട്ടിച്ചു കൊടുത്ത് ആ ലോട്ടസിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഇതാ ലോക്കറ്റ് ഞാൻ ഗിയർ വയറിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഇതാ നമ്മുടെ 2 ഭാഗം വെച്ച് കറക്റ്റാണോ നോക്കണം കേട്ടോ. അത് സെൻറ്ററിൽ തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് നോക്കണേ. അല്ലെങ്കിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 ഭാഗത്തും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറ ഭാഗത്ത് ഇടുന്നുണ്ട്, ഇപ്പുറേ ഇടുന്നുണ്ട്. 2 ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് നോക്കുക കറക്റ്റാണോ എന്ന്. കറക്റ്റാണോ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പണിയാവും. അപ്പം ഇനി നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, ഗിയർ ലോക്ക്. അതില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ലോക്കറ്റും ആ ബീഡ്സും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ ടൈറ്റാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇട്ട് കൊടുക്കുക. ഉണ്ടോ, ആ ഗിയർ ലോക്ക്
പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ടൈറ്റായി നിൽക്കും കേട്ടോ. അവിടെ 2 ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ അടുത്തതിന് വേണ്ടിയിട്ട്, രണ്ടാമത്തെ ഇതിന് വേണ്ടിയിട്ട്, ലോക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഗിയർ ലോക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോക്കറ്റ് ഇടുക. അപ്പം നമുക്ക് മാലേൻ്റെ എത്ര വലിപ്പം വേണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഗ്യാപ്പില്ലേ, ഈ ലോക്കറ്റ് തമ്മിലുള്ള ഗ്യാപ്പ് ചിലർക്ക് കുറച്ച് വിട്ടിട്ടാവാം, ചിലർക്ക് കുറച്ചും കൂടി അടുത്തിട്ടാവാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. ചിലർക്ക് അടുത്തിട്ട്, അപ്പോൾ ഞാൻ കുറച്ച് അടുത്തിട്ടായിട്ട് ഉണ്ടാക്കിയത്. ഓവർ ഗ്യാപ്പ് കൊടുത്തിട്ടില്ല, എന്നാലും ചെറുതായിട്ട് ഗ്യാപ്പ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വീണ്ടും അതേപോലെ ഗിയർ ലോക്കറ്റ് എടുത്തിട്ടുണ്ട്. 3ാമത്തെ ലോക്കറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ 5 ലോക്കറ്റിൽ ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ 3ാമത്തെ ലോക്കറ്റിന് വേണ്ടിയിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ പ്രസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു വശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വശത്തേക്ക് പോവുക കേട്ടോ. അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ ഒരു വശം തീർത്ത് ഇപ്പുറത്തെ വശത്തേക്ക് കടന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പുറത്തെ വശം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത വശത്തിന് സമമാണോ നമ്മൾ അടുത്ത ലോട്ടസ് വെക്കുന്നതെന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കണേ. അല്ലെങ്കിൽ അത് ഒന്ന് മേലേക്കും ഒന്ന് താഴേക്കും പോകാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പം നോക്കിയിട്ട് 2 സമം ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് താഴെ മേലെ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ 3ാമത്തെ കേട്ടോ ലോക്കറ്റിന് അതേപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടു, ബീഡ്സ് ഇട്ടു, വീണ്ടും ലോക്കറ്റ് ഇട്ടു, വീണ്ടും ബീഡ്സ് ഇട്ടു, ഗിയർ ലോക്ക് വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അവസാന സ്റ്റേജിലേക്ക് പോവാം കേട്ടോ. അതിൻ്റെ ഇതാ ഞാൻ ഗിയർ ലോക്ക് ഇട്ടിട്ട് ബീഡ്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജംപിങ് ഉണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പുറത്തെ വശത്ത് ഹുക്കാണ് ഇടാൻ പോകുന്നത്. ഇത് അതേപോലെ തന്നെ ഞാൻ ഗിയർ ലോക്ക് ഇട്ടു, ബീഡ്സ് ഇട്ടു, പിന്നെ ഫിഷ് ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇതാ അത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ബാക്കി വരുന്ന ചെറിയൊരു ഭാഗമില്ലേ, അത് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. ഇതാ അങ്ങനെ നമ്മുടെ മാല ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ അങ്ങനെ മാല ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക്, സബ്സ്ക്രൈബ്